വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളിൽ ദൈവവചനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 11 വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദാവീദിന്റെ സാക്ഷ്യമാണത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന്. നിന്റെ വചനപ്രകാരം ഞാൻ എന്നെ തന്നെ കാത്തുകൊള്ളും. ദൈവവചനം പൂർണ്ണ ആകാംക്ഷയോടെ ഞാൻ ഭക്ഷിക്കും എന്ന്. നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് നാം പറയുന്നു. ഈ പ്രസ്താവനയുടെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു വസിക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകവും നമുക്കുണ്ട്. ഇവ പോലും പര്യാപ്തമല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പാപം കൂടാതെ ദൈവമക്കളാകാൻ കഴിയൂ. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പാപത്തിൽ ജീവിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവോ പരിശുദ്ധാത്മാവോ അവനിലില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളിൽ എന്താണ്? തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ, വ്യഭിചാരങ്ങൾ, പരസംഗം, കൊലപാതകങ്ങൾ, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, പരസംഗം, ദുഷിച്ച കണ്ണ്, ഭൂഷണം, അഹങ്കാരം, ഭോഷത്വം എന്നിവ പുറപ്പെടുന്നു എന്ന്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന്. ഇത് മർക്കോസ് 7 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായിരിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5 അധ്യായം 17 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഹൃദയത്തിൽ ദൈവവചനം നിറയ്ക്കുക. ഹൃദയം ഒരിക്കലും ശൂന്യമായി സൂക്ഷിക്കരുത്. അത് അസാധുവാണെങ്കിൽ പണ്ട് നമ്മെ വിട്ടുപോയ എല്ലാ അശുദ്ധാത്മാക്കൾക്കും 7 ഇരട്ടിയായി മടങ്ങി വരാൻ അവസരമുണ്ട്. ആകയാൽ ദൈവത്താൽ വീണ്ടെടുത്ത ഓരോ ദൈവമക്കളും തന്റെ ഹൃദയത്തെ ദൈവവചനങ്ങളാൽ നിറയ്ക്കണം. ദൈവവചനം ആത്മാവും ജീവനുമാണ്. ആ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ സാത്താന്റെ പ്രലോഭനങ്ങളെ നമുക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. വിജയിക്കുക, സാക്ഷിയായി ജീവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഹൃദയം ദൈവവചനങ്ങളാൽ നിറയുമ്പോൾ നിങ്ങളുടെ വായ് അവന്റെ സത്യത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കും. അത് ദൈവത്തിന്റെ മഹത്വത്തെയും കുറിച്ചും സംസാരിക്കും. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായ് സംസാരിക്കുന്നു എന്ന് മത്തായി സുവിശേഷം 12 അധ്യായം 34 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. തിരുവെഴുത്തുകളിൽ യേശുവിന്റെ അമ്മയായ മറിയെക്കുറിച്ച് വായിക്കുമ്പോഴെല്ലാം അവന്റെ അമ്മ ഇതെല്ലാം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു എന്ന് ലൂക്കോസ് 2 അധ്യായം 51 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ ദൈവവചനത്തിന് പ്രാധാന്യം നൽകിയാൽ കർത്താവ് നിങ്ങളെ വാലല്ല തലയാക്കും. നിങ്ങൾ ഉന്നതമായിരിക്കും. കീഴെയുള്ളതല്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ജയിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവവചനവും നിങ്ങളിൽ എപ്പോഴും വസിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 10 അധ്യായം 8 വാക്യം. എന്നാൽ അത് എന്തു പറയുന്നു? ദൈവവചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ഇത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തലപ്രവൃത്തികൾ 17 അധ്യായം 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യങ്ങൾ